നിങ്ങളാരെ കൊന്നത്? നിങ്ങൾ ഓരോരുത്തരെ കൊന്നത് നിങ്ങളാ. ഇവ എന്ത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് വന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒരു ഡോക്ടറായിട്ട് വരാന്ന് അമ്മന്റെ അച്ഛന്റെ ആഗ്രഹത്തോടെ ഒരു ഡോക്ടറായിട്ട് വരാന്ന് പറഞ്ഞൊരു ഡോക്ടർ അവൻ കിടക്കണ കിടപ്പുണ്ടോ? അവൻ കിടക്കണ കിടപ്പുണ്ടോ? ഇതെന്ത് ചെയ്യും? പറ എന്റെ മോനെ തിരിച്ചതാ തരാൻ പറ്റോ നിങ്ങൾക്ക്? നിങ്ങൾ ഓരോരുത്തരും അറിയണം, ഞാൻ എന്റെ നീതിക്ക് വേണ്ടി പ്രതികരിച്ചുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഞാൻ ആരെ കുറ്റപ്പെടുത്താനോ ആരെ ദ്രോഹിക്കാനും വേണ്ടിയല്ല ഈ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തത്. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്കൊരു ഡോക്ടർ ആവണമായിരുന്നു. അതായിരുന്നു എന്റെ ലക്ഷ്യം, എന്റെ വീട്ടുകാരുടെ ലക്ഷ്യം അതായിരുന്നു. എന്നാ ഞാനിപ്പോ എത്തി നിൽക്കുന്നത് നിങ്ങളെല്ലാരും സാക്ഷിയാണ് അതിന്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഏതൊരു വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന പോലെ അത്രമാത്രം ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിന് മൈലുകൾ താണ്ടി എനിക്ക് പഠിക്കേണ്ടി വരാൻ വന്നു. അതെനിക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് എനിക്കത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എത്ര നാൾ ഇത് തുടരണം? ഇനിയും ഉണ്ടാവണം? ഇതുപോലെയുള്ള ജാതിവരികൾ ഇനിയും അനുവദിച്ചു കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിനു വേണ്ടി നമ്മൾ പോരാറുണ്ട്. ആരൊക്കെയുണ്ട് എന്റെ ഒപ്പം? എനിക്ക് വേണ്ടി ആരുണ്ട്? എനിക്ക് വേണ്ടി ആരുണ്ട്? ജയ് ഭീം.